ദൈവവചനം പഠിക്കാനായി കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിന്റെ പേര് എസ്തർ. രൂത്തിന്റെ പുസ്തകം കഴിഞ്ഞാൽ സ്ത്രീയുടെ പേരുള്ള മറ്റൊരു പുസ്തകമാണ് എസ്തർ. ഇതിൻ്റെ അകത്തെ വിവരങ്ങളെ ആസ്പദമാക്കി ബൈബിൾ പ്രോജക്റ്റുകാരുടെ ഈ സ്കെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. എങ്കിലും രൂപരേഖ നമുക്ക് പഠിക്കാം. എസ്തറിന്റെ പുസ്തകത്തിലെ അനവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, എസ്തറിനെ കുറിച്ച് നമ്മൾക്കുണ്ടായ ഒരു ധാരണ, അനാഥയായ ഒരു പെൺകുട്ടി ചിറ്റപ്പന്റെ വളർത്തുപുത്രിയായി വളർന്നു വരുന്നു, അനാഥയാണ്. അവൾക്ക് ലഭിച്ചൊരു ഭാഗ്യം, അവൾ ഒരു രാജകൊട്ടാരത്തിൽ ഇല്ലെങ്കിൽ ഒരു ചക്രവർത്തിയുടെ രാജ്ഞി പദം അലങ്കരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. അത് സത്യമാണ്, അതാണ് അതിൻ്റെ വിഷയമെങ്കിലും കുറച്ചുകൂടി നമുക്ക് മറ്റൊരു സൈഡിലേക്ക് പോയി എന്താണ് ഇതിൻ്റെ അകത്തെ അടങ്ങിയിരിക്കുന്ന അനേക കാര്യങ്ങളിൽ ഒരു ട്രഷർ പോലെ അതിനെ മാന്തിയെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം ഇല്ല എന്ന് വരെ പറയുമ്പോൾ മാത്യു ഹെൻറി പറയുന്ന ദൈവത്തിന്റെ വിരൽ അവിടെ കാണാം. എന്നാൽ നമുക്ക് നിത്യത വരെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എസ്തറിന്റെ പുസ്തകത്തിൽ അല്പം കൂടുതൽ സാധാരണ പുസ്തകങ്ങളുടെ രൂപരേഖ പറയുന്നതിലും കൂടുതലായിട്ട് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അനുഗ്രഹമാണ്. വളരെ പ്രത്യാശയ്ക്കും വിശ്വാസത്തിന് ഉതകുന്ന പഴയ നിയമത്തിലെ ദൈവമെന്ന് പേരില്ലാത്ത ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ പോലും വരുവാൻ പോകുന്ന നിത്യതയെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പഠിച്ചാൽ, മനസ്സ് തുറന്ന മനസ്സോടുകൂടി പഠിച്ചാൽ മനസ്സിലാകും. ഒന്ന്, നമുക്കറിയാം ഈ കഥ നടക്കുന്നത് പേർഷ്യൻ രാജധാനിയാണ്. അതിനു മുമ്പ് നമ്മൾ നോക്കിക്കേ, 4 കൊമ്പുകൾ, 4 കൊല്ലന്മാർ, അതിന്റെ അർത്ഥം 4 സാമ്രാജ്യം. ബാബിലോൺ, അതിനുശേഷം മേദിയ പേർഷ്യ, ഗ്രീസ്, റോമൻ ഭരണകാലത്താണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഭൂമിയിൽ വരുന്നത്. അതിനു മുമ്പ് രണ്ടാമത്തെ തങ്കം കൊണ്ട് വെള്ളി കൊണ്ടുള്ള ആ ഭരണം എന്ന് പറയുന്ന പേർഷ്യൻ ചക്രവർത്തിമാർ ഭരണത്തിലേക്ക് വന്നതോടുകൂടി ഇസ്രായേൽ മക്കളെ പ്രവാസത്തിൽ നിന്ന് മടക്കി അയക്കുന്നു. അങ്ങനെ മടങ്ങി പോകുന്ന ഒരു കൂട്ടര് നമുക്കറിയാം 3 പേരുടെ നേതൃത്വത്തിൽ സെരുബാബേൽ, എസ്ര, നെഹമ്യാവ് അവരവിടെ പോയി പട്ടണങ്ങളെ പണിതു. എങ്കിലും പലരും ആ പട്ടണത്തിന്റെ അകത്തേക്ക് വന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പട്ടണത്തിന്റെ വിശാലത, അനുഗ്രഹം സഖറിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാന് മതിലിലല്ല, മനുഷ്യനിർമ്മിതമായ മതിലല്ല, ഞാൻ യെരൂശലേമിന്റെ പട്ടണത്തിന്റെ നടുവിൽ വസിക്കും, ഞാൻ വസിക്കൊണ്ട് പട്ടണത്തിന് ചുറ്റും ഞാൻ തീമതിലാകും എന്നുള്ള അതിമഹത്തായ അന്ന് വരെ കൊടുക്കാത്ത ഒരു പ്രത്യേക വാക്തത്വം ദൈവം കൊടുത്തു. അതിന്റെ അർത്ഥം ആഴം ചിന്തിച്ചാൽ ഭയങ്കരമാണ്. ഫയർവാൾ, ഒരണുവിന് പോലും, രോഗാണുക്കൾക്ക് പോലും, ശത്രുവിന് മാത്രമല്ല രോഗാണുക്കൾക്ക് പോലും പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം പ്രൊട്ടക്ഷൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല, യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കുമെന്ന് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ദൈവം പറയാണ്, നടക്കാൻ പോകുക, ഞാൻ അതിന്റെ മധ്യ വസിക്കും, ഞാൻ അതിന്റെ മധ്യ ഉള്ളതുകൊണ്ട് കുലുങ്ങിപ്പോകില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു പട്ടണത്തിലേക്ക് അതിൽ പലതെങ്കിലും അതിന്റെ അകത്ത് വന്ന് താമസിച്ചില്ല. അവർ അവരുടെ സ്വന്തം പുൽപ്പുറങ്ങളും സ്വന്തം കുലങ്ങളുടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയി. എങ്കിലും നെഹമ്യാവ് പറഞ്ഞു 10-1 എങ്കിലും ഈ പട്ടണത്തിനകത്ത് വന്ന് താമസിക്കണം. അതൊരു വലിയ വിഷയമാണ്. കാരണം നമ്മളൊക്കെ അറിയാം, യഥാർത്ഥത്തിൽ ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്, രക്ഷയിലേക്ക് വന്ന ആൾക്കാര് 50 യഹൂദന്മാർ വന്നതുപോലെ 50,000 ആണെന്നിരിക്കട്ടെ. അതിന്റെ അകത്തെ പല ആൾക്കാരും അകത്ത് വരാതെ വീണ്ടും രക്ഷയുടെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ എത്ര വലിയ സത്യമാണ്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, ക്ഷണിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറയുന്നത് പോലെ 2 പേർ ഒരു വയലിൽ അധ്വാനിക്കുന്നു, ഒരാൾ എടുക്കപ്പെടുന്നു. 50%. 2 പേര് കിടക്കയിൽ വിശ്രമിക്കുന്നു, ഒരാളെ എടുക്കുന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, സെരുബാബേലിന്റെയും നെഹമ്യാവിന്റെയും എസ്രയുടെയും നേതൃത്വത്തിൽ വന്ന ഈ 50,000-ന് താഴെ 3 മില്യൺ യഹൂദന്മാരുണ്ടായ സമയത്താണ് 50,000 പേർ അവിടെ നിന്ന് വന്നത്. അവരിൽ പലരും ഈ പട്ടണത്തിന്റെ അകത്തേക്ക് വന്നില്ല. അങ്ങനെയെങ്കിൽ എന്താ, ഇന്നും അങ്ങനെയാണ്. യഥാർത്ഥ കൃപയിലേക്ക്, രക്ഷയിലേക്ക് വന്നിട്ട് വേർപെട്ട സമൂഹങ്ങളിലേക്ക് വരുവാനായി അനേകർക്ക് സാധിച്ചെങ്കിലും അവരുടെ സംഘടനകളിലേക്ക് അവരങ്ങ് പോവുകയാണ്. യഥാർത്ഥമായി അവർക്ക് നിലനിൽപ്പാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സത്യം. അതുപോലെ തന്നെ മറ്റൊരു സത്യം എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, എസ്തറിന്റെ പുസ്തകത്തിലെ വിഷയം നമ്മൾ ധരിച്ചതിന്റെ അനാഥ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചും ഹാമാൻ എന്ന് പറയുന്ന
എന്ന കനാന്യ വംശ പാരമ്പര്യത്തിലുള്ള ഒരുവൻ, അവൻ യഹൂദ ജനത്തോട് ചെയ്യുന്ന ദോഷമാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നാം മറുവശയിലൂടെ നാം ചിന്തിച്ച് മതിയാവൂ. എന്നാൽ ഇവിടെ നിന്ന് ചിന്തിച്ച്, എന്നാൽ ഇതിലേക്ക് വരാൻ കഴിയാതെ പോയ ആൾക്കാരുണ്ട്. അതെ, 50,000 പേര് യെരുശലേമിലേക്ക് വന്ന് ബാക്കിയുള്ളവര് എന്ത് ചെയ്തെന്നറിയാമോ? ആ പേർഷ്യൻ ഭരണത്തിന്റെ കീഴിൽ കിടക്കുകയാണ്. അങ്ങനെ 100 വർഷം കഴിഞ്ഞ ശേഷം ഈ സംഭവം ഉണ്ടാകുന്നു. അത് മറ്റൊരു സത്യം വിളിച്ചു പറയുന്നു. കാരണം ഇവിടെ നിന്നും ദൈവസഭ എടുക്കപ്പെടുന്നു. 7 വർഷം ദൈവസഭ, ദൈവമക്കൾ, സഭയാ മണവാട്ടി ക്രിസ്തുവിനോടുകൂടി ആയിരിക്കും. ആ സമയത്ത് ഇവിടെ ഒരു ഭരണം വരും. ആ ഭരണം വരുമ്പോൾ എതിർ ക്രിസ്തു ഭരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ പീഡയിലേക്കൂടെ കടന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം രക്ഷ അംഗീകരിക്കാത്തവര്, മടങ്ങി വരാത്തവര്, യെരുശലേമിലേക്ക് മടങ്ങി വരാത്തവര്, ദൈവവചനത്തെ പൂർണ്ണമായി ഗ്രഹിക്കാത്തവർ, അങ്ങനെയുള്ളവർക്ക് 7 വർഷക്കാലം കടന്നു പോകുന്ന അതിഭയങ്കരമാകുന്ന കാലഘട്ടങ്ങളുണ്ട്. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നു. 144,000 പേരോളം രക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള വിവിധമായ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനെ ടിപ്പിഫൈ ചെയ്യുന്ന ചരിത്ര സംഭവം കൂടെയാണ് എസ്തേറിന്റെ പുസ്തകത്തിലെ ഈ സംഭവങ്ങൾ. പലരും പറയും പഴയ നിയമത്തിൽ പുതിയ നിയമവുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയും. അതൊക്കെ അബദ്ധമാണ്, അറിവില്ലായ്മയാണ്. പക്ഷെ പഠിക്കണം. അവർ ചിന്തിക്കണം, എടാ ഈ യഹൂദൻ എവിടുന്ന് വന്നു? 50,000 പേര് യെരുശലേമിലേക്ക് പോയി. അവനെ ദൈവം വിടുവിച്ചു, അല്ലെങ്കിൽ അവനൊരു ഓപ്ഷൻ കൊടുത്തു മടങ്ങി വരുവാൻ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുവാൻ. ഇന്ന് പകൽക്കാലം ഈ വചനം പഠിക്കുന്ന എവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു മടങ്ങി വരവിന്റെ കാലം ദൈവം വെച്ചിട്ടുണ്ട്. മടങ്ങി വരണം. യെരുശലേം വെച്ചിട്ടുണ്ട്. മനുഷ്യ നിർമ്മിതമാകുന്ന മതിലുകളല്ല, അതിന്റെ അപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു വലിയ മതിലുണ്ട്, വലിയ പദ്ധതിയുണ്ട്. അത് തീമതിലായിരിക്കും. പക്ഷെ അതിന്റെ അകത്തേക്ക് 50,000-ൽ പല ആൾക്കാർ വന്നെങ്കിലും അതിന്റെ അകത്തെ 10-ലൊന്നെങ്കിലും വരണമെന്ന് നെഹമ്യാവ് പറയുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ എല്ലാവരും സ്വർഗത്തിൽ പോകണം, എല്ലാവരും ദൈവസന്നിധിയിൽ ചെല്ലണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പലർക്കും സാധിക്കാതെ സ്വന്തമായ സംഘടനകൾ, ഈ യഥാർത്ഥമായ ദൈവ സാന്നിധ്യമുള്ള ആ യെരുശലേം, ഞാൻ അതിന്റെ മധ്യേ വസിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഹൃദയത്തെ ദൈവം വസിക്കാത്ത, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി അംഗീകരിക്കാത്ത, അനുസരിക്കാത്തവർക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചുകൂടാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. അങ്ങനെ എസ്തേറും ഇതുപോലെ എസ്തേറിന്റെ ചിറ്റപ്പനും പേർഷ്യൻ രാജധാനിയെ തന്നെ ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. മടങ്ങി വന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. എന്നാൽ ദൈവം ഒരു പദ്ധതി എസ്തേറിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. വസ്തിയെ മാറ്റുന്നു. വസ്തി മോശക്കാരിയൊന്നുമല്ല. 127 സംസ്ഥാനത്തിലെ രാജാക്കന്മാരുടെ രാജ്ഞിമാർക്ക് വേണ്ടി വിരുന്നൊരുക്കിയെന്ന് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കാണുന്നു. അപ്പോൾ അവർക്ക് വളരെ ക്വാളിറ്റിയുള്ള ഒരു സ്ത്രീയാണ്. അവരെ മാറ്റുന്ന ചക്രവർത്തി മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കൂടെയുണ്ട്. അതിൻ്റെ അകത്ത് മൈമുഖ്യ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, ഈ വസ്തിക്ക് പകരമായിട്ടൊരു സ്ത്രീയാണ് വേണ്ടിയത്. അങ്ങനെ ഒരു പകരമെടുത്ത സ്ത്രീ എസ്തർ ആണെങ്കിൽ എസ്തറിന് ഭാഷ അറിഞ്ഞിരിക്കണം, രാജധർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം, കഴിവുണ്ടായിരിക്കണം, സൗന്ദര്യമുള്ളവളായിരിക്കണം, സുമുഖിയായിരിക്കണം. വസ്തിയെ പോലെ തന്നെ സുമുഖിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു കാര്യം നമുക്കറിയാം, ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ കറ, വാട്ടം, ചുളുക്കം ഇതൊന്നും ഇല്ലാത്ത ഒരു മണവാട്ടിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നതും ഒരുക്കുന്നതും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ എസ്തേറിന്റെ സ്ഥാനത്ത് വരുന്നത് പോലെ, ഇല്ലെങ്കിൽ മഹാചക്രവർത്തിയായ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ഒരു മണവാട്ടി എന്ന വണ്ണം അങ്ങനെയുള്ള അലങ്കാര പദമാണ് വേദപുസ്തകത്തിൽ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ വരണമെങ്കിൽ എത്രമാത്രം സൂക്ഷ്മതയുള്ളവരായിരിക്കണം, ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം, പവിത്രവും പരിപാലനവുമായിട്ട് ഇതിനെ കാണണം എന്നുള്ള സത്യം മറന്നു പോകരുത്. അങ്ങനെ ഒരു പുസ്തകം കൂടിയാണ് എസ്തേറിന്റെ പുസ്തകം. നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ എസ്തേർ അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഏകദേശം 70 വയസ്സോളം ജീവിച്ചിരുന്നു. ചക്രവർത്തിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ അഡ്വൈസറായിട്ട് തന്നെ ഇരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കവെയാണ് ഹാമാൻ എന്ന് പറയുന്ന അമാലിയക്ക് കനാന്യ വംശജനായ ഹാമാൻ, നമുക്കറിയാം ഇസ്രയേലിന്റെ നിത്യശത്രുവാണ്. അവരെ മാറ്റിക്കളയണമെന്ന് ശൗലിനോട് ദൈവം ആവശ്യപ്പെട്ടു.
എന്നാൽ മാറ്റിയില്ല. ശൗമേൽ അവരെ മാറ്റുന്നു. ഇക്കാരണത്താൽ അവർ പണ്ടേ എങ്ങനെ ഈ രാജധാനിയിൽ ഈ മനുഷ്യൻ വന്ന് പറ്റി എന്നുള്ളത് ഇന്നും ചരിത്രത്തിന്റെ പല ഏടുകളിൽ വ്യത്യസ്തമായ രീതിയിൽ പലരും എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എങ്കിലും അവൻ കനാന്യനായിരുന്നു. അവൻ യഹൂദനെ നശിപ്പിക്കണം. യഹൂദനെ നശിപ്പിച്ചാൽ നമുക്കെന്നെ, കേരളത്തിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നമുക്ക് എന്താണ് അതിൻ്റെ അകത്തെ ലാഭം? എന്താ യഹൂദനോടുള്ള നമുക്കുള്ള സ്നേഹം? എന്താ? ഇത്രയേ ഉള്ളൂ. യഹൂദന്മാരിൽ കൂടെ അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നാണ് സുവിശേഷത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിന് നമുക്ക് സ്ഥാനമില്ലെന്ന് പറയാൻ ഒക്കുമോ? മത്തായി സുവിശേഷം എഴുതിയപ്പോൾ അബ്രഹാം, വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ ഇങ്ങനെ വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിന്റെ മകനായി വന്ന നമുക്കറിയാം യാക്കോബ്, കൊച്ചുമകൻ ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ കൊച്ചുമകൻ ആയി വന്ന ആ കൊച്ചുമകന്റെ മകനായി വരുന്ന യഹൂദാ ഗോത്രത്തിൽ യേശു കർത്താവ് ഉദയം ചെയ്യണമെന്നും അങ്ങനെ യേശു കർത്താവ് രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഈ ഭൂമിയിൽ വരണമെന്നും സകല മനുഷ്യർക്കും രക്ഷയുണ്ടാകണമെന്നുമുള്ള ആ നിത്യപ്രമാണത്തെ മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജാതി എടുക്കും, വംശത്തെ എടുത്തെന്നിരിക്കും, നിയമങ്ങളെ എടുത്തെന്നിരിക്കും, വ്യക്തിയെ എടുത്തെന്നിരിക്കും. അങ്ങനെ എസ്തറിന്റെ കാലത്ത് ഒരു മനുഷ്യൻ കനാന്യനായ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അമാലിയക്കനായ ഈ മനുഷ്യൻ, ആ വംശത്തിൽപ്പെട്ടവൻ യഹൂദ ജാതിയെ നിഗ്രഹിപ്പാൻ, പൂർണ്ണമായി തുടച്ചു കളയുവാൻ ഹിറ്റ്ലറിനെ പോലെ എണ്ണിറ്റ് വന്നപ്പോൾ അത് ആ കാലഘട്ടത്തിൽ വസ്തിയെ മാറ്റി ആ രാജ്ഞിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന, രാജ്ഞി പദത്തിലിരിക്കുന്ന അവൾ എസ്തറാണ്. എസ്തർ കുലമൊന്നും വെളിപ്പെടുത്തിയില്ല. എസ്തർ വളരെ സമയോചിതമാകുന്ന ഇടപെടൽ മൂലം കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ, ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ പല കാര്യങ്ങൾ പഠിക്കണം. അതിൻ്റെ അകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമുക്ക് ലോകത്തിൽ ജോലി, വിദ്യാഭ്യാസം, കഴിവ്, സ്ഥാനം, ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ നന്മയെല്ലാം അനുഭവിച്ച് ഇവിടുന്ന് പോകാൻ മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി നാം ചെയ്യണം. ചെയ്താൽ പറ്റും. നമുക്കത് അധികം സ്കില്ലായിരിക്കാം. തന്നെ ഇത് റെക്കോർഡ് ചെയ്യുവാനും ഒക്കെ എന്നെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യൂട്യൂബിൽ അത് ഇടുവാനും നിങ്ങൾക്കിത് കാണുവാനും ഒക്കെ ഇടയാകുന്നതിന്റെ പിന്നിൽ ചില അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ലോകക്കാര് അതിനെ ഉപയോഗശൂന്യമായോ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടോ പേരിനോ പെരുമയ്ക്ക് വേണ്ടിയിട്ടോ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ നാം ഉപയോഗിക്കാതെ വണ്ണം നിത്യതയ്ക്കിലേക്ക് ക്രിസ്തുവിന്റെ സത്യ സുവിശേഷത്തെ ലോകമെങ്ങും അറിയിക്കുവാൻ തക്കവണ്ണം നാമും അതിൻ്റെ അകത്തൊരു പങ്കുകാരാകുക. കർത്താവിന് ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കുക, എസ്രയുടെ പുസ്തകം, നെഹമ്യാവിന്റെ പുസ്തകം പഠിച്ചു വരുന്ന കൂട്ടത്തിൽ എസ്തറിന്റെ പുസ്തകം വന്നപ്പോൾ നമുക്കറിയാം ഒരു ഗ്യാപ്പ്, 100 വർഷത്തെ ഒരു ആ ഇടവേളയിൽ ഒരു കൂട്ടം ആൾക്കാർ യെരൂശലേമിലേക്ക് പോയി. അവർക്ക് ബാധകമല്ല, അവർ അവിടെ ഉണ്ട്. അവരിൽ പലരും പുൽപ്പുറങ്ങളിലേക്ക് പോയി. വന്നവർക്ക് പോലും അധികം പേർക്ക് യെരൂശലേമിന്റെ അകത്ത് താമസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ സെക്കര്യാവ് പറയുന്നത് പോലെ ഞാൻ എന്റെ മധ്യ വസിക്കും, ഞാൻ അവർക്ക് ചുറ്റും. ആലയത്തിന്റെ അകത്തിറങ്ങി വരുന്ന ഒരു ദൈവപ്രഭ മാത്രമല്ല, പട്ടണത്തെ ചുറ്റുന്നത് പോലെ, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റുന്നത് പോലെ യഹോവയുടെ ദയ തന്റെ ഭക്തന്മാരെ ചുറ്റും എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിപ്പാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ കുറെ പേര്. എന്നാൽ ഇതൊന്നും ഏറ്റെടുക്കാൻ കഴിയാതെ വണ്ണം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന മറ്റു കുറെ പേര്, അവർക്ക് കടന്നു പോകേണ്ട വേദനകൾ, അവരെ നശിപ്പിക്കാൻ വേണ്ടി എതിർ ക്രിസ്തുവിൻ എന്ന വണ്ണം ഹിറ്റ്ലറെ പോലെ അതുപോലെ ഹാമാൻ എണ്ണീറ്റ് വരുന്നു. അവന്റെ വിജയങ്ങൾ, അവന്റെ പദ്ധതികൾ, അവന്റെ ഇല്ലെങ്കിൽ രാജാവ് കുടിച്ച് 180 ദിവസം നീണ്ടി 6 മാസം നീണ്ടു നിന്ന ഒരു വലിയ ഉത്സവം, അതിനുശേഷം 7 ദിവസം നടക്കുന്ന പ്രത്യേക പാർട്ടി, ആ പാർട്ടിയിലേക്ക് ഇല്ലെങ്കിൽ ആ വിരുന്നിലേക്ക് വസ്തിയെ കൊണ്ടുവരുന്നു. വസ്തി അപ്പോൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മറ്റൊരു പാർട്ടി നടത്തുന്നുണ്ട്, മറ്റൊരു വിരുന്ന് നടത്തുന്നുണ്ട്. ആ തിരക്കിനിടയിലോ എന്തുകൊണ്ടോ രാജാവിന്റെ ചക്രവർത്തിയുടെ കൽപ്പനയെ നിഷേധിക്കുന്നു. എസ്തർ രാജ്ഞിയാകുന്നു. പല കാര്യങ്ങൾ നടക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്കെച്ചിൽ നോക്കാമെങ്കിൽ മനസ്സിലാകും. ഇതൊന്ന് ചിന്തിച്ചേ, ഇത് വലിയൊരു വിഷയമാണ്. ക്രിസ്തുവൻ സഭയ്ക്കും തുല്യമായി നിൽക്കുന്നു. കർത്താവിന്റെ രഹസ്യ വരവിന് വേണ്ടി അല്ലെങ്കിൽ രഹസ്യ വരവ്, കർത്താവിന്റെ വരവിന് ആകാശമേഘങ്ങളിൽ വരുന്ന ആ വരവിനെ കാണിക്കുന്ന ഒരു ചരിത്ര സംഭവം ഇതിന്റെ അതിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും.
രക്ഷിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്നവരും അവർക്ക് തുല്യമായ ആ പങ്കാളിത്തം കൊടുത്ത് പഠിപ്പിക്കത്തക്ക ഒരു ചെറിയ ചരിത്ര സത്യം ഇതിന്റെ അകത്ത് കിടക്കുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഈ പുസ്തകം ഒരു നിസ്സാരമായി തള്ളിക്കളയാതെ വളരെ നന്നായി പഠിച്ചാൽ ഒരുപാട് പഠിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വചനത്തിന്റെ പുതിയ നിയമ സത്യങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ ഇത്ര ശക്തമായി ഇത് പറഞ്ഞെന്തിനാ ഇത് പറഞ്ഞെന്തിനാ? നിങ്ങൾ വിചാരിക്കും മറ്റു പുസ്തകം പറഞ്ഞപ്പോ ഇത്രമാത്രം ആവേശം കാണിച്ചില്ലല്ലോ, ഇത്രമാത്രം വലിയ ചുണ കാണിച്ചില്ലല്ലോ. ഈ പുസ്തകം പഠിക്കുമ്പോൾ ഒരു വലിയ കാര്യം മനസ്സിലാക്കണം. ദൈവമെന്ന് പോലും മറ്റേ യഹോവ കൽപ്പിക്കുന്നു, യഹോവ പേരില്ല എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പോലും കർത്താവിന്റെ വരവ് വരെ ദൈവസഭയെക്കുറിച്ച്, കാന്തയെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ഈ പുസ്തകം നമുക്ക് പ്രേരണ നൽകുന്നുണ്ട്. നിസ്സാരമായി തള്ളിക്കളയല്ലേ. എസ്തർ വായിക്കുക, തുടർന്ന് നിങ്ങൾ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. താങ്ക് യു. The book of Esther, it's one of the more exciting and curious books in the Bible. The story is set over 100 years after the Babylonian exile of the Israelites from their land. And while some Jews did return to Jerusalem, remember Ezra and Nehemiah, many did not. And so the book of Esther is about a Jewish community living in Susa, the capital city of the ancient Persian Empire. And the main characters in this story are two Jews, Mordecai and then his niece Esther. And then there's the king of Persia, who's something of a drunken pushover in this story. And then there's the Persian official Haman, the cunning villain. Now, this is a curious book in the Bible, mainly for the fact that God is never even mentioned, not once, which might strike you as kind of odd. I mean, isn't the Bible about God? But this is a brilliant technique by the author, who's anonymous, by the way. It's an invitation to read this story looking for God's activity, and there are signs of it everywhere. The story is full of very odd, quote, coincidences and ironic reversals, and it all forces you to see God's purpose at work, but behind the scenes. Let's just dive into the story. The book opens with the king of Persia throwing two elaborate banquet feasts that last a total of 187 days. And it's all for the grandiose purpose of displaying his greatness and splendor. On the last day of the banquet feast, he's really drunk, and he demands that his wife, Queen Vashti, appear at the party to show off her beauty. She refuses, and so in a drunken rage, the king deposes Vashti and makes the silly decree that all Persian men should now be the masters of their own homes. Then he holds a beauty pageant because he wants to find a new queen. This is like a really bad soap opera. But it's right here that we're introduced to Esther and Mordecai. Esther hides her Jewish identity and enters the beauty pageant and wins. And the king is so obsessed with Esther that he elevates her to become the new queen of Persia. Now, after this, and even more serendipitous, is the fact that Mordecai just happens to overhear two royal guards plotting to murder the king. And so he informs Esther, who in turn informs the king, and Mordecai gets credit for saving the king's life. Now, right here from the beginning, God's not mentioned anywhere, but this all seems providentially ordered. What is it that God's up to? You have to keep reading. We're next introduced to Haman, who's not actually a Persian. He's called an Agagite. He's a descendant of the ancient Canaanites. Remember 1 Samuel chapter 15. The king elevates Haman to the highest position in the kingdom, and he demands that everybody kneel before Haman. Well, when Mordecai sees Haman, he refuses to kneel, which of course fills Haman with rage. And when he finds out that Mordecai's Jewish, Haman successfully persuades the king to enact this crazy decree to destroy all of the Jewish people. And to decide the date of the Jews' annihilation, Haman rolls the dice. A die is called pur in Hebrew. Tuck that away for later. 11 months later, on the 13th of Adar, all the Jews will die. Haman and the king then have a drinking banquet to celebrate their really horrible decision. So the focus now turns to Mordecai and Esther, who are the only hope for the Jewish people. They make a plan that Esther's going to reveal her Jewish identity to the king and ask him to reverse the decree. But approaching the king without a royal request is, according to Persian law, an act worthy of death. So in a key statement, Mordecai, he's confident that even if Esther remains silent, that deliverance for the Jews will arrive from another place. And then Mordecai wonders aloud. He says, who knows? Maybe you've become queen for this very moment. Esther responds with bravery, and she purposes to go to the king with her amazing words, if I perish, I perish.
Now, in what unfolds, we watch the ironic reversal of all of Haman's evil plans. So Esther hosts the king and Haman at a first banquet, and she says that she wants to make a special request of both of them at an exclusive banquet the following day. So Haman leaves the banquet totally drunk, and he sees Mordecai in the street. He fumes with anger, and he orders that a tall stake be built so that Mordecai can be impaled upon it in the morning. It seems like things can't get any worse for the Jews and for Mordecai. But all of a sudden, the story pivots. It just so happens that night, the king, he can't sleep, and he has the royal chronicles read to him for good bedtime reading, and he just happens to hear about how Mordecai had saved the king's life. He had totally forgotten. So in the morning, Haman enters to request Mordecai's execution, and the king in that moment orders Haman to honor Mordecai publicly for saving his life. So now Haman has to lead Mordecai around the city on a royal horse, telling everyone to praise him. Now this moment in the story, it's a pivot for the whole book. It begins Haman's downfall and Mordecai's rise to power. Watch how this works. The day after is Esther's second banquet. So the king and Haman arrive, and Esther informs the king that first of all, she's Jewish, and second, that Haman has enacted a decree to murder her and to murder Mordecai, who saved his life, and to murder all of the Jews. Now the king's had a lot to drink, so when he hears this news, he goes into yet one more drunken rage, and he orders that Haman be impaled on the very stake he made for Mordecai. It's ironic and a grisly way for Haman to go. Haman's execution, however, doesn't solve the problem of the decree to kill all of the Jews. So the focus now turns to Esther and Mordecai as they make a plan to reverse the decree. They discover that the king can't revoke a decree that he's already made. So instead, the king commissions Mordecai to issue a counter-decree. On the appointed day that all of the Jews were supposed to be killed, the 13th of Adar, now the Jews are ordered to defend themselves and to destroy any who plotted to kill them. Then Mordecai, Esther, and Jews everywhere hold banquets and feasts to celebrate this new decree, and Mordecai is elevated to a seat beside the king. Eventually, the decreed day comes, and the Jews triumph over their enemies. First, they destroy Haman's family, and then any other Persian officials who had joined in Haman's plot. And then on a second day, they get permission to destroy any who plotted against them throughout the entire kingdom. This results in joy and celebration as the Jews are rescued from annihilation. The story then tells about how Esther and Mordecai established by decree this annual 2-day feast of Purim to commemorate their deliverance from destruction. And the name of the feast comes from Haman's dice. Remember, Purim. The book concludes with a short epilogue as Mordecai is elevated to second in command in the kingdom, and we are told now of his royal greatness and splendor as the Jews thrive in exile. Now, step back. Notice how this whole story has been designed. The story was full of moments of ironic reversal, but we can now see the whole story is structured as an ironic reversal, right down to the details. So the king's splendor and feasts and decrees are mirrored by Mordecai's splendor and feasts and decrees at the end. Esther and Mordecai, they first saved the king, but now in the end they save all of the Jews. Then you have Haman's elevation and edicts and banquet that gets reversed by Mordecai's elevation and edict and banquet. And then at the center you have Esther and Mordecai's planning scenes, and then Esther's 2 banquets that act as a frame around the greatest moment of reversal in the whole story: Haman's humiliation and Mordecai's exaltation. Beautiful. Another fascinating feature of this book is the moral ambiguity of the characters. There's a lot of drinking and anger and sex and murder, of which Mordecai and Esther are a part. Not to mention their violation of many commands in the Torah, like marrying Gentiles or eating impure foods. And so the story's not putting Mordecai and Esther forward as moral examples, as if it endorses all of their behavior. But they are put forward as models of trust and hope when things get really bad. And so the book of Esther comes back to that question with which we began: why God is not mentioned. The message of this book seems to be that when God seems absent, when his people are in exile, when they're unfaithful to the Torah, does this mean that God is done with Israel? Has God abandoned his promises? And the book of Esther says no. It invites us to see that God can and does work in the real mess and moral ambiguity of human history, and he uses the faithfulness of even morally compromised people to accomplish his purposes. And so the book of Esther asks us to be willing to trust God's providence even when we can't see it working, and to hope that no matter how bad things get, God is committed to redeeming his world. And that's what the book of Esther is all about.
എങ്ങനെയുണ്ട്? നന്നായി മനസ്സിലായല്ലോ. ഇനി നമ്മുടെ രീതി നമുക്ക് അതിനൊന്ന് ചിന്തിക്കാം. ഇത് ചരിത്രമാണ്. ഈ ബൈബിൾ പ്രോജക്റ്റുകാർ അതിന്റെ തനിമയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചേ. എസ്തേറിന്റെ കാലത്ത് പേർഷ്യൻ രാജധാനിയിൽ ഉണ്ടായിരുന്നവർ ഉപവസിക്കേണ്ടി വന്നു, ഭയക്കേണ്ടി വന്നു. അവരുടെ ജീവനെ കൊള്ള പോലെ ദൈവം സൂക്ഷിച്ചു. എങ്കിലും ഒരുപാട് വിഷയത്തിൽ കൂടെ കടന്നുപോയി. ഇന്ന് കർത്താവ് വന്നാൽ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു സ്വർഗത്തിലേക്ക് പോകും. കർത്താവിനോടുകൂടി 7 വർഷമായിരിക്കും. വരാൻ പോകുന്നൊരു ഭരണമുണ്ട്. 7 വർഷം. ഹാമാനെ പോലെ, ദുഷ്ടനായ ഹാമാനെ പോലെ ഒരു ആന്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു. അവന്റെ ഭരണത്തിൽ കൂടെ കടന്നു പോകുന്നവർ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ എന്ന് വേണ്ട എല്ലാ തരത്തിലും അധമമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകും. അതിനു മുമ്പ് നമുക്ക് ഈ 50,000 പേര് യെരുശലേമിലേക്ക് മടങ്ങി വന്നിട്ട് 50,000-ൽ 10-1 യെരുശലേം നഗരത്തിനകത്ത് താമസിച്ചതുപോലെ ഞാൻ ആ പട്ടണത്തിന് ചുറ്റും തീമതിലായിരിക്കും. ആ യേശുവിന്റെ സാന്നിധ്യത്തോട് നന്നായി ആ അനുഗ്രഹം പ്രാപിക്കാൻ ഉത്സാഹിക്കുക. അതൊന്ന്. 2, വിട്ടുപോകുന്നവർ, കൈവിടപ്പെടും, ലെഫ്റ്റ് വീക്കാൻഡ്, വിട്ടുപോകുന്നവർ, അവർക്കുണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ പഠിക്കാൻ ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. നോക്കിക്ക്, ദൈവവചനത്തിനെതിരായി ഹാമാൻ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളെയും ദൈവം അതിന് താറുമാറാക്കുന്നു. മൊർദെഖായി വിജയിക്കുന്നു. എസ്തർ ആ തന്റെ സമയോചിതമാകുന്ന ഇടപാട് മൂലം യഹൂദ ജനത്തെ വീണ്ടും അവരുടെ ജീവനെയും കൊള്ള പോലെ സൂക്ഷിക്കുന്നു. മാത്രമല്ല, വലിയൊരു ഉത്സവം, പുരി എന്ന് പറയുന്ന ഉത്സവം, യഹൂദന്മാർക്ക് സന്തോഷം. ഇനി യഹൂദന്മാർ നമുക്കറിയാം, ക്രിസ്തുവിന്റെ ഏകദേശം BC 500-നും ഒരു 400-നും ഇടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. കൃത്യമായി പല ഡേറ്റുകൾ എനിക്ക് പറയാമെങ്കിൽ ഞാൻ അത് മതി നമുക്ക് പഠിക്കാൻ. ഇപ്പം അതിനോടിടയ്ക്ക് അപ്പൊ ക്രിസ്തു വരുന്നതിന് കുറെ കാലം മുമ്പ്, മലാക്കിയുടെ പുസ്തകമൊക്കെ വരുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു 400 വർഷം പിന്നെ നമുക്കറിയാം ഒരു ഇടവേള പോലെ നമുക്കറിയാം. ഒരു ദൈവീയ ഇടപാടില്ലാതെ 400 ഇരുണ്ട കാലഘട്ടമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് റോമൻ ഭരണം മധ്യത്തിലാണ് യേശു വരുന്നത്. അപ്പോൾ ഈ കാലത്തിനൊക്കെ മുമ്പ് നമുക്കറിയാം, യഹൂദ ജാതിയെ തുടച്ചു മാറ്റുവാൻ ഈ പേർഷ്യൻ രാജാക്കന്മാർ, ചക്രവർത്തിമാര്, അവരുടെ ആഗ്രഹം കൂടല്ല, കനാന്യ ജാതിക്കാരനൊരു ഹാമാൻ നോക്കി നടന്നില്ല. ഇന്നും ദൈവമക്കളായ നമ്മെ തുടച്ചു നീക്കുവാൻ ഒരു ശക്തിയും കഴിയില്ല. ഒരുപക്ഷെ ഹാർട്ടായി തരാം, ചില ചുരുക്കം ഒറ്റപ്പെട്ട സംഭവം നടന്നിരിക്കും, നടക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. എങ്കിലും നാം ഇന്നായിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വേർപെട്ട സമൂഹത്തിൽ ദൈവീയ വ്യവസ്ഥ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു നിത്യതയുണ്ട്. നമ്മൾ യെരുശലേമിന്റെ അകത്ത്, പുതിയ യെരുശലേമിൽ നമ്മൾ താമസിക്കണം. എല്ലാവരും പുതിയ യെരുശലേമിൽ താമസിക്കാൻ വേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. നമുക്ക് ആ റെമനന്റ്, ആ ചെറിയ കൂട്ടത്തിൽ നിന്ന് പിന്നൊരു ചെറിയ കൂട്ടം പട്ടണത്തിന്റെ അകത്ത് താമസിക്കുന്ന, പുതിയ യെരുശലേമിൽ താമസിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. അവർ വിശുദ്ധന്മാരാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ അവസ്ഥയിലേക്ക് വരുവാൻ ഈ പുസ്തക പഠനം നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്നുള്ള ആ വലിയ ആശംസയോടുകൂടെ ഇവിടെ വിരാമം ഇടുന്നു. വീണ്ടും കാണാം.